ആ ഒലിവ് മലയിൽ എത്തിയപ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് യേശു ഒരു കല്ലേറു ദൂരം അകലത്തേക്ക് പോയി. അവിടെ ഒരു പാറയിലേക്ക് യേശു കൈകൾ ഊന്നി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശു അന്ന് പ്രാർത്ഥിച്ച ആ സ്ഥലത്ത് ഇന്ന് ചർച്ച് ഓഫ് ഓൾ നേഷൻസ്, ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി എന്നുള്ള ഒരു മനോഹരമായ ദേവാലയമുണ്ട്. ആ ദേവാലയത്തിൽ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ശിഷ്യരോട് പറയുകയാണ്, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. കല്ലിൽ മുട്ടുകുത്തി യേശു പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറിപ്പോകട്ടെ. എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ തിരുവിഷ്ടം നിറവേറട്ടെ. പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന യേശുവിനെയാണ് നമ്മൾ കണ്ടെത്തുക. വരാൻ പോകുന്ന കാര്യങ്ങൾ യേശു മുൻകൂട്ടി തന്നെ അറിഞ്ഞു. തൻ്റെ ശിഷ്യനായ യൂദാസ് ഒറ്റിക്കൊടുക്കുവാനായിട്ട് പിലാത്തോസിൻ്റെ അരമനയിലേക്ക്, കയ്യപ്പാസിൻ്റെ അരികിലേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹം കുറേ പട്ടാളക്കാരും കുറേ ആളുകളുമായിട്ട് വന്ന് യേശുവിൻ്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. യേശു ചോദിക്കുകയാണ്, യൂദാസേ, മനുഷ്യപുത്രനെ നീ ഒരു ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുന്നുവോ? ഉടനെ പട്ടാളക്കാരൊക്കെ ചാടിപ്പിടിച്ചു. ഈ അവസരത്തിൽ പത്രോസ് വാളൂരി അവിടെ വന്നിരുന്ന ഒരു സേവകൻ്റെ ചെവി ഛേദിച്ചു. യേശു ആ ചെവി എടുത്ത് സ്വസ്ഥാനത്ത് വെച്ച് സുഖപ്പെടുത്തി. കുരിശുമരണത്തിന് പോകുമ്പോഴും നന്മ ചെയ്യുന്ന യേശു, സുഖപ്പെടുത്തുന്ന യേശു ഈ മനോഹരമായ തീരത്ത് വന്ന് നിൽക്കുമ്പോൾ, കല്ലുകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലത്ത് വരുമ്പോൾ, നിബിഡമായ വനത്തിലേക്ക് വരുമ്പോൾ, യേശുവിൻ്റെ ഗെത്സെമൻ തോട്ടമാണ് എൻ്റെ മനസ്സിൽ ഓർക്കുന്നത്. മനോഹരമായ 2 ലൈനുകൾ ഓർക്കുകയാണ്. ഗെത്സേമൻ തോട്ടം തേങ്ങുന്നു, ഒലിവിൻ പൂക്കാലം വാടുന്നു, ശിഷ്യർ ക്ഷീണിച്ചുറങ്ങുന്നു, നാഥൻ ഏകാന്തം നീങ്ങുന്നു. ഗെത്സെമൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ പുഷ്പിക്കട്ടെ. യേശു സൗഖ്യം നൽകിയതുപോലെ ഇനിയും സൗഖ്യം നൽകാൻ കടന്നു വരുന്നു. ഗെത്സെമൻ തോട്ടത്തിലേക്ക് നമ്മുടെ ചിന്തകൾ പോകാം. ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹത്തിലേക്ക് ഇത് കേൾക്കുന്ന എല്ലാവരും കടന്നു വരുന്നു. ഏറ്റവും സ്നേഹമുള്ളവരെ, നിങ്ങളെല്ലാവരും ഈ തൊമ്മൻകുത്ത് വന്ന് കാണണം. മനോഹരമായ എക്കോ സിസ്റ്റമുള്ള മനോഹരമായ വനം, തുള്ളിച്ചാടുന്ന കൊച്ചരുവികൾ, വലിയ പുഴകൾ, തൊമ്മൻകുത്ത് കാണണം. മനോഹരമാണ്. ഇപ്പോൾ വന്നാൽ ശീതളയെ അനുഭവിച്ചു പോകാം. ഇത് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിറയട്ടെ. ഈ ജലം തുള്ളിച്ചാടി പോകുന്നത് പോലെ ആത്മാവിൽ നിങ്ങൾ നിറയട്ടെ.